Hello guys, Tappu family ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ എക്സ്പോ 2020 ദുബായിക്ക് പോകണം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാക്കി ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടലി ഇത് 2 പാർട്സ് ആയിരിക്കും ഗൈസ് എക്സ്പോൻ്റെ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതാണ്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനപ്പോൾ തന്നെ നമ്മളെ വീഡിയോൻ്റെ ബെല്ലൈക്കൺ ബട്ടൺ അടിച്ചു കൊടുത്തേക്ക്. പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ നടന്ന് പോകുന്ന അൽ ജുബൈൽ ബസ് സ്റ്റാൻഡിലോട്ടാണ്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ എക്സ്പോ റൈഡറൊക്കെ ഫ്രീ സർവീസാണ്. ഗൈസ് ബസ്സിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിയിലായിട്ട് നമുക്കിങ്ങനെ വീൽ ചെയറും സ്ട്രോളേഴ്സൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോകണം. ഗൈസ് ചേച്ചി ബസ്സിൽ കയറിയത് ഇറങ്ങി. ഗൈസ് നമ്മളിപ്പോ എക്സ്പോയിലെത്തി. അപ്പൊ ഗൈസ് ഇനി നമ്മൾ പവലിയൻസിന്റെ ഉള്ളിലോട്ട് പോകണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്ന് നമ്മള് ടിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് അവര് നമ്മളെ ഉള്ളിലോട്ട് നമ്മളെ എല്ലാ സംഭവങ്ങളും ഒരു ട്രേക്കകത്ത് ഇട്ടിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ അതുപോലെ നമ്മളെ ഈ സംഭവം നമ്മളെ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അതിലിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിവിടെ വന്ന് സൈക്കിൾ എടുക്കാം കേട്ടോ. സൈക്കിളിന് 1 ഡേ പ്ലാൻ 20 ദിർഹംസ് ആണ്, 1 വീക്ക് പ്ലാൻ 50 ദിർഹംസും അതുപോലെ തന്നെ 1 മന്ത് പ്ലാൻ 70 ദിർഹംസ്. അപ്പൊ നമ്മൾ ആദ്യം കയറിയ പവലിയൻ ബ്രൂണൈ ഡാറുസലാം എന്ന് പറഞ്ഞ പവലിയനാണ് ഗൈസ്. അപ്പൊ ഇതൊരു ചെറിയൊരു പവലിയനാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു രാജ്യം ഉണ്ടെന്ന് തന്നെ ഞാൻ എക്സ്പോയിൽ വന്നിട്ടാണ് ഗൈസ് അറിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴികാട്ടി റോബോട്ട്. ഇവൻ വന്നിട്ട് നമുക്ക് മാപ്സ് ഒക്കെ കൊണ്ടുവരും. മാപ്സ് ഇംഗ്ലീഷിലും അറബിക്കിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബഹ്റൈനിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ബഹ്റൈൻ പവലിയനിലോട്ട് നമ്മൾ കയറി പോകുന്ന തന്നെ ഒരു ടണലിൻ്റെ അകത്ത് കൂടെയാണ്. ഇവിടെ ലൈറ്റിംഗ് സിസ്റ്റംസ് ഒന്നുമില്ല. ഈ ലൈറ്റൊക്കെ നാച്ചുറൽ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് വുവൺ ആർട്ട് വർക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് കയറുന്ന യുക്രൈൻ പവലിയനാണ്. അപ്പോൾ ഗൈസ് യുക്രൈൻ പവലിയനിൽ കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വിൻഡ് മില്ല് കാണാൻ പറ്റും ഗൈസ്. അടുത്ത നമ്മൾ പോകുന്ന കെനിയ പവലിയനാണ്. നമ്മൾ കെനിയ പവലിയനിൽ കയറിയിട്ട് നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് കിടക്കുന്നതായിരുന്നു. അവിടെ പ്രൊജക്ടർ വെച്ച് ഗ്രോത്ത് പ്രോഗ്രസ് സ്പീഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് അൽവാസൽ പ്ലാസ ഗൈസ്. ഇത് ഇതിൻ്റെ ഒരു ഡേ വ്യൂ ആണ്. അപ്പം നൈറ്റ് വ്യൂ ഈ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ അടുത്തായിട്ട് വന്ന ഗ്രീസിന്റെ പവലിയനാണ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു LED ഗ്രീസിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ട് മുമ്പിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ നമ്മളെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് കുറെ LED സ്ക്രീൻസ് ഉണ്ട്. ഇത് ഡെലിവറി റോബോട്ടിന് അവരെ ബോഡി റിലാക്സ് ചെയ്യാനുള്ള ഒരു കൂൾ ഫൗണ്ടെയിൻ ആണ്. അടുത്തായിട്ട് നമ്മൾ വന്ന താജിക്കിസ്ഥാൻ പവലിയനാണ്. താജിക്കിസ്ഥാൻ പവലിയനിലെ മെയിൻ അട്രാക്ഷൻസ് പറഞ്ഞാൽ അവരെ കളർഫുൾ ആയിട്ടുള്ള കൾച്ചറും പിന്നെ അവരുടെ ട്രഡീഷണൽ വെയർസും ഒക്കെയാണ്. അപ്പൊ നമ്മൾ അടുത്തായിട്ട് വന്ന സ്പെയിൻ എന്ന് പറയുന്ന പവലിയനാണ്. $49, $48, $47.
ഹൈ നമ്മൾ തുറക്കുന്നില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത സെക്ഷനിൽ ഇവിടെ സ്പെയിനിനെ പറ്റിയിട്ട് ഇങ്ങനെ സ്പെയിൻ്റെ സീസൺസിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ അവിടെ ക്യാമറ അലൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തായിട്ട് അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ നിറച്ച് ഫുള്ളി ഗ്രീൻ ലൈറ്റ്സ് ആണ്. അവിടെ ഒരു ടാബ് ഉണ്ട്. അതിൻ്റെ നമ്മളെ പേരടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വലിയൊരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെ പേര് വരും കേട്ടോ. സിനി അമ്മൻ്റെ പേര് അതിൻ്റെ അത് കാണിച്ച അതിൻ്റെ പേര് അതിൻ്റെ പേര് ലിയ. സേവിയർ എവിടെ? സേവിയർ ഇതാ വരുന്നു സേവിയർ. ലെവിനോട് ലെവിൻ എത്തിയില്ലല്ലോ. ലെവിൻ ഇതാ വരുന്നത്. ആ ഫ്ലൈറ്റ് ഫ്രണ്ടിലോട്ട് അടുക്കുമ്പോ ഇവിടെ ഫുള്ള് റെഡ് കളർ ലൈറ്റ് ആണ് ഗൈസ്. എഡ്യൂക്കേഷൻ യാ ടാലന്റോ. അടുത്തായിട്ട് നമ്മൾ വന്നത് നെതർലാൻഡ്സിലാണ് ഗൈസ്. ഈ പവലിയന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഈ പവലിയൻ ഫുള്ള് ഇരുമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ അവർ നമുക്കൊരു വൈറ്റ് അംബ്രല്ല തരുന്നുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. നെതർലാൻഡ്സ് പവലിയനിൽ കയറിയപ്പോൾ എന്തിനാ ഈ കൊട തന്നെന്നുള്ള കാര്യം അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. മുകളിൽ നിന്ന് പ്രൊജക്ട് ചെയ്തൊരു പ്രസന്റേഷൻ മുഴുവനായിട്ടും നമ്മുടെ അംബ്രല്ലയിലൂടെ നമുക്ക് കാണാമായിരുന്നു. മെയിനായിട്ടും ആ പ്രസന്റേഷൻ അവർ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റംസിനെ പറ്റിയിട്ടായിരുന്നു. ഗൈസ് ഇത് സസ്റ്റൈനബിലിറ്റി പവലിയനാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് സ്വീഡൻ എന്ന പവലിയനാണ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ എക്സ്പോയിലത്തെ വാട്ടർഫോൾ. ഗൈസ് ഇതാട്ടോ ഇവിടുത്തെ തലബാഗ് ഡെലിവർ. ഇതാണ് സ്കൈ ഗാർഡൻ. ഇതിന്റെ മുകളിൽ കയറി നമുക്ക് ഈ എക്സ്പോ ഫുള്ള് കാണാൻ പറ്റും ഗൈസ്. ഇതിന്റെ റേറ്റ് 30 ദിർഹംസ് പെർ പേഴ്സൺ ആട്ടോ. ഇനി നമ്മൾ കയറാൻ പോകുന്ന റഷ്യൻ പവലിയനിലാണ്. റഷ്യൻ പവലിയൻ മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിലാണ്.
ഇവിടെ ഒരു വലിയൊരു ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു മോഡലുണ്ട്. ഇവിടെ ബ്രെയിനും അതിന്റെ പാർട്സും ഫങ്ഷൻസിനൊക്കെ പറ്റിയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് അൽവാസൽ പ്ലാസന്റെ നൈറ്റ് വ്യൂ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഷോ നടക്കുമായിരുന്നു. എന്താണെന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ അൽവാസൽ പ്ലാസ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ആണ് കേട്ടോ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒപ്റ്റി റോബോട്ട്. വലിയ ബബിള് അതോർണ വലുത് പൊട്ടിച്ച്. ഗൈസ്, ഡി പി വേൾഡിലൂടെ നമ്മൾ കയറുന്നതിന് ഒരു വലിയൊരു എസ്കലേറ്ററിലൂടെയാണ് ഗൈസ്. ഇത് ഡി പി വേൾഡിനൊരു വാട്ടർ ഷോ ആണ്. ഇത് വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് റിയൽ ആയിട്ട് കാണാൻ. For us, it's the energy that moves mountains, creates new worlds, drives change, transforms economies, helps us grow. ഗൈസ്, യുഎസിന്റെ പവലിയൻ പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. And to explore what is to come. The possibility of technology to cure disease and to combat climate change. 2020 Dubai. This pavilion is a celebration of what ഗൈസ്, യുഎസിൽ കയറുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ലഗേജ് ഒക്കെ ഇങ്ങനെ ഒരു സാധനത്തിൽ കൂടെ സെൻഡ് ചെയ്യുന്ന പോലെ അതുപോലത്തെ സെയിം സാധനത്തിൽ തന്നെ നമ്മൾ പോകുന്നത്. നമുക്കതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റത്തില്ല. അവരിങ്ങനെ നമ്മളിങ്ങനെ ലൈൻ്റെ അകത്ത് നിന്നിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോട്ടോ. The dawn of a new nation brought the promise of great freedom. Freedom to dream, explore. We continue to chart new course, conduct business, and envision tomorrow. യു എസിലെ ഒരു ഫേമസ് പേഴ്സണാലിറ്റീസും പിന്നെ യു എസ് എന്റെ അച്ചീവ്മെന്റ്സുമാണ് ഈ പവലിയനിലെ മെയിൻ അട്രാക്ഷൻ. Alexander Graham Bell's telephone. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടെടുത്ത ആളാ. Along with our perception of the modern world. At the 1893 Chicago World's Fair, Nikola Tesla illuminated the world as audiences witnessed a new technology, the alternating current. That can help mitigate climate change in the driest regions of the earth. The next generation of engineers, scientists, and innovators are already working to benefit our world. ഗൈസ്, ഇത് സീലിങ്ങിലുള്ള ഒരു ലൂപ്പിംഗ് ഷോ ആണ്. ഇതിന്റെ ടൈം എന്ന് പറയുന്നത് 8 minutes ഉണ്ടാവും ഗൈസ്. ഇത് ഈ ഷോ
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എത്ര വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.